എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു കരം. കാരണം ഒറ്റ പേര്, ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനായ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ വട്ടം കാസ്റ്റിംഗ് തൊട്ട് കഥ, ഈവൻ ഫൈറ്റ് സീൻ എല്ലാം ഒരു 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 എന്താ പറയുക, കുട്ടികൾ ഇതിനേക്കാൾ തന്നെ കുട്ടികൾ ചെയ്യുന്നത് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഈ കഥ എനിക്ക് വന്നത് ഇൻസ്പയർ ആയിരിക്കുന്നത് നമ്മളൊരു ബിഗ് ബോസ് സീസൺ ഉണ്ടായിരുന്നു, അഖിൽമാരാറുള്ള ബിഗ് ബോസ് സീസണിൽ ഒരു അനിയൻ മിഥുൻ എന്ന് പറഞ്ഞ ഒരാൾ, നിങ്ങളല്ല മൊത്തം വൈറലായ ഒരു സംഭവമാണ്. അദ്ദേഹം ഒരു കഥ പറഞ്ഞിരുന്നു, ഒരു പട്ടാളക്കാരൻ്റെയും പട്ടാളക്കാരുടെയും സനയുടെ ഒരു കഥ നമ്മുടെ മൈൻഡിൽ എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. ഇതൊന്ന് ഇൻസ്പയർ ആയിട്ടാവണം ഈ കരം എന്ന സിനിമ വന്നിരിക്കുന്നത്. രണ്ട്, നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന നായകനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ആൾക്ക് ഒരേ ടൈപ്പ് എക്സ്പ്രഷൻസാണ് ഏത് സീക്വൻസിലും ഏത് സാഹചര്യത്തിലും ആൾക്ക് ഒറ്റ രീതിയിലാണ് ആൾ അഭിനയിച്ചൊരു എക്സ്പ്രഷൻ ഇട്ട് പോണത്. പിന്നെ ഇതിൽ ഫൈറ്റ് സീൻസ്, ഒരു സിനിമയിൽ നമുക്ക് ഫൈറ്റ് സീൻസ് എന്നൊക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഗുമ്മിൽ വേണം എടുക്കാൻ. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ BGM ഒരു രീതിയിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. BGM ഒക്കെ ഭയങ്കര രോചകമായിട്ടാണ് ഫീൽ ആവുന്നത്. കാരണം നമ്മുടെ മറ്റേ ചെണ്ടക്കൊട്ടണ ഒരു സംഭവമൊക്കെ ഒരു ജംഗിൾ പൊളിയിൽ, അതേപോലെ തന്നെ കുറേ സിനിമകളിലും നമ്മൾ മറ്റേ മുരുകാവിന് കട ഒരു സംഭവമില്ലേ, അതൊക്കെ ഇതിൻ്റെ ഉള്ളുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് എഫക്റ്റ് ആവുന്നില്ല. അതും ആ BGMഉം ആ ഒരു സീനും കാണുമ്പോൾ തീരെ ഒരു മാച്ചിങ് അല്ലാത്ത രീതിയിലാണ് പോണത്. സിനിമ ഇമോഷണലി ആരെയും കണക്ട് ചെയ്യുന്നില്ല, പ്രേക്ഷകരായിട്ട് യാതൊരു കണക്ഷനിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആകെ തിയേറ്ററിൽ കുറച്ച് കയ്യടി കിട്ടിയത് ബാബുരാജിനാണ്. ആളുടെ കുറച്ച് കോമഡീസിന് വേണ്ടിയിട്ട് അത് കുറച്ച് കണക്റ്റ് ആയിട്ടുണ്ട്, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ചിരിയും കുറച്ച് കയ്യടിയും ആ ഒരു സീക്വൻസിൽ വളരെ വളരെ കുറച്ചുണ്ടാവും, 1 മിനിറ്റ് എന്ന് പോലും പറയാനില്ല. അത് മാത്രമാണ് ഈ പടത്തിലെ ഏക ആശ്വാസം. അതുപോലെ സിനിമ അവസാനിക്കുമ്പോൾ തന്നെ ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ എന്ന് എഴുതി കാണിക്കുന്നതോട് കൂടിയിട്ട് അതിലൊരു പാട്ടുണ്ട്, ഉയർന്നു വാ എണീറ്റ് വാ. ഈ സാധനം കറക്റ്റാ, ഉണർന്നു വാ എണീറ്റ് വാ, എന്തോ